ഓം ശാന്താകാരം ഭുജഗശയനം പത്മനാഭം സുരേശം വിശ്വാധാരം ഗഗനദൃശ്യം മേഘവർണം ശുഭാംഗം ലക്ഷ്മീകാന്തം കമലനയനം യോഗവേദ്ധ്യാനഗമ്യം വന്ദേ വിഷ്ണും ഭവേരം സർവലോകൈകനാഥം. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണായ പരബ്രഹ്മണേ നമഃ. എല്ലാ സജ്ജനങ്ങൾക്കും ഗുരുവായൂരപ്പൻ്റെ നാമത്തിൽ സാഷ്ടാംഗ പ്രണാമം. ഭഗവത്ഗീത ശ്രീകൃഷ്ണ ചരിതാമൃതത്തില് നമ്മൾ ഇന്ന് 8ാമത്തെ ഭാഗത്തേക്ക് കടക്കുകയാണ്. ഇതിൽ നവയോഗി നിമിയുടെയും നവയോഗികളുമായിട്ടുള്ള സംവാദമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇത് 3ാമത്തെ അധ്യായത്തിൽ എത്തി നിൽക്കുന്നു. കഴിഞ്ഞ ദിവസം ഭഗവാൻ പറഞ്ഞു, അതായത് പ്രബുദ്ധൻ എന്ന പേരായിരിക്കുന്ന മഹാത്മാവ് നിമിയോട് പറഞ്ഞു, കർമ്മം ചെയ്ത് കാര്യമായ സുഖമതും നേടാൻ സാധ്യമല്ലെന്നുള്ളത് കൊണ്ട് അത്യന്തമായിരിക്കുന്ന സുഖപ്രദമായ ശ്രേയസ് ആഗ്രഹിക്കുന്നവർ, അത്യന്ത സുഖപ്രദമായിരിക്കുന്ന ശ്രേയസ്, പ്രേയസല്ല, ശ്രേയസ് ആരാഗ്രഹിക്കുന്നുവോ അത് നേടണമെന്ന് ആഗ്രഹിക്കുന്നവർക്ക് വേണ്ടിയിട്ട് ശ്രുതികളും പ്രത്യക്ഷ അനുഭവത്തിനുള്ള ശാസ്ത്രങ്ങളും പറഞ്ഞിട്ടുണ്ട്. ആ ശാസ്ത്രത്തെ പ്രമാണമാക്കിക്കൊണ്ട് ആ ബ്രഹ്മാനുഭവം നേടണം. അതിന് നേടാൻ എളുപ്പമാർഗം എന്താന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അത് ബ്രഹ്മാനുഭവം നേടി മനസ്സിന്റെ പൂർണ്ണമായ ഉപശമത്തെ ആശ്രയിച്ച് കഴിയുന്ന ഗുരുവിനെ തന്നെ സമീപിക്കണം. അതായത് സത്സംഗത്തെ നിസ്സംഗത്വം, നിസ്സംഗത്തെ ജീവൻ മുക്തി എന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പം തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരിൽ നിന്ന് വേണം ഈ ശാസ്ത്രങ്ങളും പ്രമാണങ്ങളും ഒക്കെ നമ്മൾ ഗ്രഹിക്കാനും അതെങ്ങനെ വിജ്ഞാനമയമാക്കാം, അതായത് അനുഭവജ്ഞാനത്തിലേക്ക് എങ്ങനെ എത്തിക്കാം എന്നുള്ളത് നമുക്ക് അവരിൽ നിന്ന് മാർഗദർശനം കിട്ടും. കാരണം ഈ പുസ്തകജ്ഞാനം കൊണ്ട് മാത്രം നമുക്ക് പ്രാക്ടിക്കൽ തലത്തിൽ അത് പ്രയോജനപ്പെടുത്താൻ സാധിക്കണമെങ്കിൽ കാലോചിതമായ രീതിയിൽ പ്രായോഗിക തലത്തിൽ അവരവരുടെ സ്വഭാവം അനുസരിച്ചുകൊണ്ട് എങ്ങനെ ഇത് പ്രായോഗിക തലത്തിൽ എത്തിച്ച് ബ്രഹ്മാനുഭവത്തിലേക്ക് എത്താൻ സാധിക്കുമെന്ന് അതിന് പറ്റിയ ഗുരുക്കന്മാരിൽ നിന്നും നമ്മൾ കേട്ടറിയണം. ഇത് തന്നെയാണ് ഗീതയിലും ഭഗവാൻ 4ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. സ്വയം നേടാവുന്നതാണ്. എല്ലാവർക്കും അതിനുള്ള ക്ഷമതയൊക്കെ ഉണ്ടെങ്കിൽ, ആ ബലമുണ്ടെങ്കിൽ, ഭഗവാനെ പ്രാപിക്കണം, ജീവൻമുക്തി നേടണം എന്ന്, മനുഷ്യജന്മത്തിന്റെ ജീവിത ലാഭം നേടണമെന്ന് ശ്രേയസ് ആഗ്രഹിക്കുന്നവര് അതിനുള്ള അനുഷ്ഠാനങ്ങൾ ശാസ്ത്ര വിധിപ്രകാരം അനുസരിച്ചാൽ, അതിൽ നിന്നുണ്ടാകുന്ന പൂർവജന്മാർജിതമായ സഹകാരി കാരണങ്ങളെ കൊണ്ടുള്ള അനുഭവങ്ങളെ കൂടി അതിക്രമിച്ചാൽ ഭഗവാന്റെ അനുഗ്രഹം കൊണ്ട് ജ്ഞാനം ലഭിക്കും. തേഷാമേവ അനുകമ്പാർത്ഥം അഹം അജ്ഞാനജന്തമാശയന്നാത്മഭാവസ്ഥോ ജ്ഞാനദീപേന ഭാസത. നമുക്കെല്ലാവർക്കും ഇൻഡിവിജ്വലി തന്നെ ഭഗവാൻ അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ ഈ പറയുന്ന ജ്ഞാനം ലഭിക്കും. അതാണ് ശ്രേയസ്. ആ പരമമായ ജ്ഞാനം ലഭിച്ചാൽ അത് തന്നെയാണ് ശ്രേയസ്. ബാക്കി ലൗകികമായിട്ട് കിട്ടുന്നതൊക്കെ, ഇഷ്ടഭോഗങ്ങളൊക്കെ പ്രകടന ഭക്തി കൊണ്ടും പ്രത്യക്ഷ ഭക്തി കൊണ്ടും ഒക്കെ കിട്ടുന്നതൊക്കെ പ്രേയസായിരിക്കും, പ്രത്യക്ഷ ഫലമായിരിക്കും. അതേ കാരണങ്ങൾ കൊണ്ട് നമ്മൾ ഭാവിയിൽ ദുഃഖിക്കേണ്ടിയും വരും. അതുകൊണ്ട് ഈ ലൗകികമായ ഭോഗസുഖങ്ങൾ ഒരിക്കലും ഭഗവാനോട് ചോദിക്കരുത്. അർജുനനോട് പറഞ്ഞത് ഓർത്തിരിക്കാൻ, നാ കാംക്ഷേ വിജയം കൃഷ്ണ നചരാജ്യം സുഖാനിജ കിം നോ രാജ്യേന ഗോവിന്ദ കിം ഭോഗേ ജീവിതേനവ. ഈ ഭോഗസുഖങ്ങൾ ഭഗവാനോട് ചോദിച്ചു വാങ്ങിയാൽ അത് ഏത് തരത്തിൽ നേടിയാലും വേണ്ടില്ല, അത് നമുക്ക് പിന്നീട് ദുഃഖഹേതുക്കളായിട്ട് മാറും. അതിനെയാണ് പ്രേയസ് എന്ന് പറയുക. കാരണം ഇഷ്ടമുള്ളത് കിട്ടിയിട്ട് നഷ്ടപ്പെട്ട ദുഃഖാവൂലോ. അതാണ് പ്രത്യക്ഷ ഫലം അപ്രത്യക്ഷമായ ദുഃഖിക്കുന്ന കാരണം. അതുകൊണ്ട് യഥാർത്ഥ ഭക്തൻ ശ്രേയസ്സെ ആഗ്രഹിക്കാവൂ. ശ്രേയസ് ആഗ്രഹിക്കുന്നവര് സ്വയം നേടാവുന്നതേ ഉള്ളൂ. കാരണം നമുക്ക് MBA തന്നെ എടുക്കാവുന്നതേ ഉള്ളൂ. ഒരു ഗുരുവിന്റെ അടുത്തോ ഒരു കോളേജിലും പോയി പഠിക്കുകയൊന്നും വേണ്ട. മനസ്സും ബുദ്ധിയും അഹങ്കാരത്തെയും ഉപശമിപ്പിച്ചാൽ മതി, ഇതൊക്കെ തന്നെ ക്ലിക്കാവും. അതാണ് MBA എന്ന് പറഞ്ഞാൽ. എൻ്റെ ഭാഷയിൽ പറഞ്ഞ MBA എന്ന് പറഞ്ഞാൽ എന്താ? മനസ്സും ബുദ്ധിയും അഹങ്കാരവും. ഇത് മൂന്നും മനസ്സിനെ ഏകാഗ്രമാക്കി ബുദ്ധിയെ ഉറപ്പിച്ചാൽ അഹങ്കാരം ബ്രഹ്മമായി മാറും. അഹം എന്ന ബോധം അഹം ബ്രഹ്മാസ്മിയായി മാറും. ഇത് സുലഭമാണ്, നമ്മുടെ കൈകളിലായിരിക്കുന്നത്. സ്വയം നേടാം. അത് സാധിച്ചില്ലെങ്കിലോ തദ്വിദ്ധി പ്രണിപാതേന പരിപ്രശ്നേന സേവയ ഉപദേശന്തി തേ ജ്ഞാനം ജ്ഞാനിത്വാ തത്വദർശന എന്ന് പറഞ്ഞു. ഇനി നിങ്ങൾക്ക് സ്വയം സാധിക്കാൻ അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്നുണ്ടെങ്കിൽ, അതിനുള്ള ബലമില്ല എന്ന് തോന്നുന്നുണ്ടെങ്കിൽ
തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ സമീപിക്കൂ, അവരെ നമസ്കരിക്കൂ, അവരെ ശുശ്രൂഷ ചെയ്യൂ, പാദസേവനം ചെയ്യൂ. അവർ നിങ്ങൾക്ക് യഥായോഗ്യത അനുസരിച്ച് കൊണ്ട് നിങ്ങൾക്ക് ജ്ഞാനം ഉപദേശിച്ച് നൽകുന്ന ഭഗവാൻ പറഞ്ഞിട്ടുണ്ട്. അത് തന്നെയാണ് ഇവിടെ പ്രബുദ്ധനും പറയുന്നത്. ഗുരു പ്രപദ്യതേ എന്ന് പറഞ്ഞാൽ ഗുരുവിനെ ശരണം പ്രാപിക്കേണ്ടതാണ്. അതായത് സ്വയം നേടാൻ ഉള്ള മാർഗം ഗീതയിൽ 4-ാം അധ്യായത്തിൽ പറഞ്ഞിട്ടുണ്ട്. യോഗാരൂഢനാകാനുള്ള എല്ലാവിധ ടെക്നോളജിയും 5ഉം 6ഉം അധ്യായത്തിൽ ഭഗവാൻ പറഞ്ഞു തരുന്നുണ്ട്. ബ്രഹ്മനാശനായിരിക്കാൻ പറഞ്ഞിട്ടുണ്ട്, സ്ഥിതപ്രജ്ഞ ലക്ഷണം പറഞ്ഞിട്ടുണ്ട്. ഇതൊക്കെ നമുക്ക് ഉണ്ടെങ്കിൽ വേറൊരാളെ സമീപിക്കേണ്ട ആവശ്യകതയൊന്നുമില്ല. ഭഗവാൻ തന്നെ ഗുരുവായിട്ട് സ്വീകരിച്ചാൽ മതി. ഇനി അത് സാധിക്കില്ല, നമുക്ക് അതിനുള്ള കേപ്പബിലിറ്റി ഇല്ല എന്ന് സ്വയം തോന്നുന്നുണ്ടെങ്കിൽ തത്വദർശികളെ സമീപിക്കുക. അപ്പൊ ഗുരുവിനെ ശരണം പ്രാപിക്കുക, അതാണ് അടുത്ത സ്റ്റെപ്പ്. എങ്ങനെയുള്ള ഗുരുവിനെ ശരണം പ്രാപിക്കണം? അത് കണ്ടെത്തിക്കൊള്ളണം. ജഗത്തിന്റെ പരമകാരണമായിരിക്കുന്ന ബ്രഹ്മസത്യത്തെ ശാസ്ത്രീയമായി കണ്ടറിഞ്ഞ് അനുഭവിക്കുന്ന ഗുരുവിനെ വേണം. അതാണ് തത്വദർശി എന്ന് പറയുന്നത്. ശ്രുതി യുക്തികളിലൂടെ ആ സത്യത്തെ ആദ്യം ബുദ്ധി കൊണ്ടറിഞ്ഞ് പിന്നെ അനുഭവം കൊണ്ട് ഉറപ്പിച്ച് അങ്ങനെ സംസാര ക്ലേശം പൂർണ്ണമായി ശമിപ്പിച്ച് ആ നിലയിൽ കഴിയുന്ന ഗുരുവിനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. അതായത് ദുഃഖ നിവാരണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾ ഒരാളെ സമീപിക്കുകയാണെങ്കിൽ ദുഃഖ നിവാരണത്തിൽ ഇരിക്കുന്ന ഒരാളുടെ അടുത്ത് വേണം പോകാൻ. അഥവാ ദുഃഖിച്ച് വാരി പിടിച്ചിരിക്കുന്ന ആളെ നിങ്ങളുടെ ദുഃഖം കൊണ്ട് ചെന്ന് കഴിഞ്ഞാൽ രണ്ടുപേരും കൂടെ ഇരുന്ന് കരയല്ലാതെ ഒരിക്കലും ദുഃഖ നിവാരണം നടക്കില്ല. അതുകൊണ്ട് സംസാര ക്ലേശം പൂർണ്ണമായിട്ട് ഉപശമിപ്പിച്ചിരിക്കുന്ന തത്വദർശികളായിട്ടുള്ള ഗുരുക്കളെ സമീപിക്കണം. ആ നിലയിൽ കഴിയുന്ന ഗുരുവിനെയാണ് ശരണം പ്രാപിക്കേണ്ടത്. തൽക്കാലം അങ്ങനെ ഒരു ഗുരുവിനെ കണ്ടെത്താൻ ഇല്ലെങ്കിലോ ചോദ്യം വീണ്ടും വരിക. അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ നിഗമനങ്ങളും അനുഭവങ്ങളാണ് ഉപനിഷത്തുകളിലും ഗീത പോലുള്ള പ്രമാണങ്ങളായിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങളിലും വെളിപ്പെടുത്തിയിട്ടുള്ളത്. അപ്പം ഇനി അങ്ങനെയുള്ള ഗുരുക്കന്മാരെ ഇന്നത്തെ കാലത്ത് കണ്ടു കിട്ടാനും കുറച്ച് വിഷമമാണ്. യഥാർത്ഥത്തിൽ തത്വദർശനം ഉള്ള അല്ലെങ്കിൽ തത്വദർശികളായിട്ടുള്ള ഗുരുക്കന്മാരെ കണ്ടു കിട്ടുക എന്ന് പറയുന്നത് ഗുരുക്കന്മാർ ഇഷ്ടം പോലെയാ, അവർ പോലെയുണ്ട്. പക്ഷെ യഥാർത്ഥത്തിൽ പ്രായോഗിക തലത്തിൽ ഗുരുവായിട്ടിരിക്കുന്നത് ആരാന്നുള്ളത് ദുർലഭമാണെന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അങ്ങനെയുള്ള ഗുരുക്കന്മാർ ഉപദേശിച്ചു തന്നിരിക്കുന്ന ഉപനിഷത്തുകളുണ്ട്, ഇല്ലെങ്കിൽ ഗീതയുണ്ടെന്ന് തന്നെ ഇവിടെ പ്രബുദ്ധൻ പറയുന്നുണ്ട്. ഉപനിഷത്തുകളുടെയൊക്കെ സാരസമഗ്രമായിരിക്കുന്ന ഗീത പോലുള്ള പ്രാമാണികമായിരിക്കുന്ന ശാസ്ത്രഗ്രന്ഥങ്ങൾ നമ്മുടെ അടുത്തുണ്ടല്ലോ. അവ ശ്രദ്ധയോടെ വായിച്ച് മനനം ചെയ്ത് അങ്ങനെ ആയാൽ അവയിൽ പരോക്ഷ രൂപത്തിൽ വർത്തിക്കുന്ന ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ട് ജിജ്ഞാസു ഗീതയൊക്കെ പറഞ്ഞു തന്നിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയാണ്. അതുകൊണ്ട് സംശയിക്കേണ്ട ആവശ്യമൊന്നുമില്ല. മറ്റൊരാളെ വ്യാഖ്യാനിക്കുമ്പം അതിൽ ഗതിവിഗതികൾ അവരുടെ സ്വഭാവം അനുസരിച്ച് കൊണ്ടായിരിക്കും ചിലപ്പം വ്യാഖ്യാനിക്കുക. ഞാനിപ്പം ഗുരുവായൂരപ്പൻ പറഞ്ഞിട്ടുള്ള ഗീതാശാസ്ത്രം ഞാൻ നിങ്ങൾക്ക് വ്യാഖ്യാനിച്ചു തരുമ്പം എൻ്റെ സ്വാഭാവികമായിട്ടുള്ള ചില കണ്ടെത്തലുകളും ഇല്ലേ അനുഭവങ്ങളും ഒക്കെ നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നതായിരിക്കും. പക്ഷെ ഭഗവാനിൽ നിന്ന് നേരിട്ട് കേൾക്കുമ്പോഴും, അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞ ഗീത പഠിക്കുന്നത് ആര് കേട്ട പോലെ കേൾക്കണം. അച്ഛൻ കേട്ട പോലെ കേൾക്കാം, ചഞ്ചലാവസ്ഥയിലിരിക്കുന്ന ധൃതരാഷ്ട്ര കേട്ട പോലെ കേൾക്കാം, ദൂരെ ഇരിക്കുന്ന അർജുനൻ കേട്ട പോലെ തന്നെ കേട്ടതാണ് സഞ്ജയനും. ഇവർക്ക് തമ്മിലുള്ള വ്യത്യാസങ്ങൾ, ഇവരുടെ ഗതിവിഗതികൾ, ജീവിതത്തിൽ ഉണ്ടായ മാറ്റങ്ങൾ എന്തൊക്കെയാണെന്നത് നമുക്ക് ആ കഥയിൽ നിന്ന് മനസ്സിലാക്കാം. പഠിച്ചത് എല്ലാവരും ഗീതയാണ് പഠിച്ചത്, പക്ഷേ ഗീതയാണ് പറഞ്ഞത്, കേട്ടതും ഗീത തന്നെയാണ്. ഇപ്പൊ നമ്മൾ എത്ര കാലമായി? മൂന്നോ നാലോ ബാച്ച് ഗീതാ ക്ലാസ് കേട്ടിട്ടുണ്ടാവും. എന്നിൽ നിന്ന് തന്നെ എൻ്റെ ക്ലാസ് എല്ലാവരും അറ്റൻഡ് ചെയ്തിട്ടുണ്ടെങ്കിൽ 2ഓ 3ഓ ബാച്ചെങ്കിലും കേൾക്കാതെ ഇരുന്നവരില്ല. ഇതൊക്കെ കഴിഞ്ഞ് 7 ദിവസം കൊണ്ട് മുഴുവൻ ഗീതയും പറഞ്ഞ സന്ദർഭങ്ങളും ഉണ്ട്. സപ്താഹമായിട്ട് നടത്തിയിട്ടുണ്ട്. 71ഓളം ഗീതാ സപ്താഹങ്ങൾ ഞാൻ തന്നെ ചെയ്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുവിധമൊക്കെ അറ്റൻഡ് ചെയ്തത് ആരാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഞാൻ തന്നെ അറ്റൻഡ് ചെയ്തേക്കണം. അപ്പൊ എനിക്ക് ഈ ബോധ്യം വന്നിട്ടില്ല. ഞാൻ ഇതൊക്കെ ചെയ്യുമ്പോഴും എനിക്ക് ബോധ്യം വന്നിട്ടില്ലെങ്കിൽ എന്താ ജീവിത ലാഭം? അപ്പൊ ഇത് പഠിച്ചിട്ട് നമുക്ക് ആ സിദ്ധിയിലേക്ക് പരമമായതിനെ അറിയാൻ സകല ലൗകികമായ കറകളും ഇല്ലാതെയാക്കിയിട്ട് പരമമായത് എന്താണെന്നും അതിലേക്ക് ഇനി ദേഹം വിട്ടാൽ എങ്ങനെ എത്തണമെന്നും ഉള്ള ആ തത്വങ്ങൾ ഗീതയിൽ തന്നെ പറയുന്നുണ്ട്. അതൊക്കെ ഒന്നും വേണ്ട. പ്രസ്ഥാനത്രയങ്ങളിൽ ഒന്ന് തന്നെ ശങ്കരാചാര്യര് റെക്കമെൻഡ് ചെയ്തിരിക്കുന്ന ഗീതാശാസ്ത്രം തന്നെയാണ് നമ്മൾ പഠിച്ചത്.
അത് എത്രമാത്രം നമുക്ക് പ്രയോജനപ്പെട്ടു എന്ന് പരിചിന്തനം നടത്തുക. ഭഗവാൻ പറഞ്ഞിരിക്കുന്നത് എന്താ? ഇതിതേ ജ്ഞാനമാഖ്യാതം ഗുഖ്യാൽ ഗുഖ്യതരമയ വിമർശയിത് അശേഷേണ യഥേ ഇച്ഛസി തഥാ ഗുരു എന്ന് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ ആരിൽ നിന്ന് ഏതൊക്കെ തരത്തിൽ ഗീത കേട്ടാലും, ഭഗവാനിൽ നിന്ന് കേട്ടാലും, മറ്റുള്ളവർ പറയുന്ന വ്യാഖ്യാനങ്ങൾ കേട്ടാലും, എന്നിൽ നിന്ന് കേട്ടാലും, അതൊക്കെ സ്വയം ഒന്ന് വിലയിരുത്തണം. നമ്മുടെ സ്വാഭാവികമായ അവരവരുടെ യുക്തിസഹജമായ ജീവിത ശൈലിയിൽ ഇതെങ്ങനെ പ്രയോജനപ്പെടുത്തണമെന്ന് പുനർചിന്തനം നടത്തണം, പര്യാലോചിക്കണം. അതിന് വിപരീത ബുദ്ധിയോടെ ആണെങ്കിലും വേണ്ടില്ല, പരിചിന്തനം നടത്തിയിട്ട് അവരവർക്ക് യുക്തിസഹജമായിട്ട് ഇച്ഛയനുസരിച്ചുകൊണ്ട് അതിനെ ഉപയോഗിക്കണം. ഇച്ഛയനുസരിച്ചുകൊണ്ട് പ്രവർത്തിക്കാൻ യഥായിച്ഛസി തഥാ ഗുരു എന്ന് പറഞ്ഞാൽ ഇതൊക്കെ പഠിച്ചിട്ട് തോന്നിവാസം നടക്കാനല്ല ഭഗവാൻ സ്വാതന്ത്ര്യം നൽകിയത്. ഇത് പഠിച്ചിട്ട് അവരവരുടെ ഇച്ഛാനുസരണം, അവരുടെ ഇച്ഛാനുസരണം എന്ന് പറഞ്ഞാൽ എന്താ? നമുക്കെല്ലാവർക്കും നമ്മുടെ പൂർവ്വജന്മാർജിതമായ സ്വഭാവം കൊണ്ട് കിട്ടിയിട്ടുള്ള ഇഷ്ടാനിഷ്ടങ്ങളുണ്ട്. ആ ഇഷ്ടാനിഷ്ടങ്ങളെ ഡിപ്പെൻഡ് ചെയ്തുകൊണ്ട് ഗീതാശാസ്ത്രത്തെ നമുക്ക് ചിന്തിക്കാനും പറയാനും പ്രവർത്തിക്കാനും സാധിക്കണം. അതിനാ ഇച്ഛയനുസരിച്ച് പ്രവർത്തിക്കാൻ പറഞ്ഞത്. അല്ലാതെ നമുക്ക് ഇതൊക്കെ പഠിച്ച് ഗീത മുഴുവൻ പഠിച്ചു ഇനി ഇഷ്ടം പോലെ നടക്കാന്നല്ല, ലൗകികത്തിൽ ലയിച്ച് നടന്നാൽ അവരൊരിക്കലും മോക്ഷം കിട്ടില്ല. അതാണ് ഫീഡ്ബാക്ക് അർജുനനോട് ഇത്രയൊക്കെ നീ നിന്റെ ഇഷ്ടം പോലെ ജീവിച്ചോളാൻ പറഞ്ഞിട്ടും ഭഗവാൻ അവസാനം ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. നീ ഇതുവരെ കേട്ടത് ശ്രദ്ധയോടെ ആണോ, താല്പര്യത്തോടെ ആണോ, എന്താ നിന്റെ പുറപ്പാട് എന്ന് ചോദിക്കുന്നുണ്ട്. അതിന് ഉത്തരം അർജുനൻ പറയുന്ന ശ്രദ്ധിച്ചോളൂ. മഹാത്മാവായിരിക്കുന്ന അങ്ങയുടെ വചനങ്ങൾ ഞാൻ അക്ഷരം പ്രതി അനുസരിച്ചു കൊള്ളാന്നാ പറഞ്ഞത്. അതിനു മുമ്പ് ലൗകികതയിൽ ലയിച്ചിരുന്ന അർജുനൻ ഞാനിപ്പോ യുദ്ധം ചെയ്യില്ല എന്ന് പറഞ്ഞ ആളാണ്. ഇനി ഞാൻ എന്ത് ചെയ്താലും അത് ഭഗവാന്റെ ശാസനം അനുസരിച്ചു കൊണ്ട് പ്രവർത്തിച്ചോളാന്ന് പറയും. അതാണ് സാധാരണ ജീവാത്മാവ് പരമാത്മാവായിട്ട് സഞ്ജയൻ എടുത്തു പറയുന്നത്. എവിടെയാണോ എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുത്തര തത്ര ശ്രീ വിജയോർഭൂതൻ. മഹാത്മാവായിരിക്കുന്ന അർജുനും പുരുഷശേഷനായിരിക്കുന്ന യോഗീശ്വരനായിരിക്കുന്ന കൃഷ്ണനും എവിടെ ചേർന്നിരിക്കുന്നുവോ അവിടെ വിജയം ഉറപ്പാണ്. അവിടെ സഞ്ജയന്റെ വാക്ക് മാറി, വെറും അർജുനൻ എന്നല്ല പറഞ്ഞ മഹാത്മാവായിരിക്കുന്ന അർജുനൻ. ഒരു സാധാരണ ജീവാത്മാവിന് മഹാത്മത്വം കിട്ടണമെന്നുണ്ടെങ്കിൽ ഈ പരമമായത് അറിയുന്നവനെ മഹാത്മത്വം കിട്ടും. അതാണ് ജ്ഞാനം എന്ന് പറയുന്നത്. അത് അറിഞ്ഞ ഗുരുവിനെയാണ് സമീപിക്കേണ്ടത്. ഇല്ലെങ്കിൽ അങ്ങനെയുള്ള ഗുരുവിനെ കിട്ടുന്നില്ല എങ്കിൽ സ്വയം ഗീതാശാസ്ത്രവും ഉപനിഷത്ത് എന്നൊക്കെ പറഞ്ഞെങ്കിൽ ഉപനിഷത്തിന്റെ തന്നെ സാരസംശമാണ് ഗീതാശാസ്ത്രം. അതുകൊണ്ട് ഗീതാശാസ്ത്രത്തെ തന്നെ പ്രമാണമായിട്ട് എടുക്കാവുന്നതാണ്. ഇക്കാര്യം ഇനി അടുത്ത അവധൂത സംവാദത്തിൽ ഭഗവാൻ തന്നെ വെളിപ്പെടുത്താൻ പോകുന്നുണ്ട്. ഇതിനൊക്കെ ഇതേപ്പറ്റി ഒന്നോടെ ഭഗവാൻ തന്നെ ചർച്ചയിലേക്ക് വരുന്നുണ്ട്. ഇപ്പൊ നമുക്ക് നവയോഗിയും മറ്റു ഗുരുക്കന്മാര് പറയുന്നത് കേൾക്കുന്നതാണ്. ഇനി ഭഗവാൻ പറയുന്നുണ്ട് ഇതേ വിഷയത്തെ തന്നെ വരുന്ന അധ്യായങ്ങളിൽ നമുക്ക് കാണാം. അപ്പം അതുകൊണ്ട് പ്രാമാണികമായിട്ടുള്ള ശാസ്ത്രഗ്രന്ഥങ്ങൾ വളരെ ശ്രദ്ധയോടെ വായിച്ച് മനനം ചെയ്യുക. അങ്ങനെ ആയാൽ അവയിൽ പരോക്ഷ രൂപത്തിൽ വർത്തിക്കുന്ന ഗുരുക്കന്മാരുടെ കാരുണ്യം കൊണ്ട് ജിജ്ഞാസു, കാരണം ആരെങ്കിലും ഗുരുക്കന്മാരാണ് ഇവിടെ നന്നായിട്ട് വ്യാഖ്യാനിച്ചൊക്കെ തന്നില്ല, അങ്ങനെയുള്ള ഗ്രന്ഥമൊക്കെ നമുക്ക് കിട്ടുക. അപ്പൊ അങ്ങനെയുള്ള ജിജ്ഞാസു സ്വയം സത്യാനുഭവത്തിൽ സമർത്ഥനായി തീരും. ഇക്കാര്യം ഇനി അടുത്ത അവധൂത സംവാദത്തിൽ ഭഗവാൻ തന്നെ വെളിപ്പെടുത്തുന്നുണ്ട്. സത്യാനുഭവത്തിനുള്ള ആഗ്രഹം തീവ്രമാണെങ്കിൽ ഉള്ളിൽ നിന്നോ പുറത്തു നിന്നോ ഗുരുക്കന്മാരുടെ കാരുണ്യം ലഭിക്കുമെന്ന കാര്യത്തിൽ സംശയമേ വേണ്ടെന്ന് ശാസ്ത്ര സിദ്ധാന്തം. ഇനി ഗുരുവിനെ കിട്ടാനുള്ള വെമ്പലിൽ സ്വാർത്ഥമോഹികളായിട്ടുള്ള വല്ല ഗുരുക്കന്മാരുടെയും കയ്യിൽ ചെന്ന് പെടാൻ ഇടയായാൽ അത് കൂടുതൽ അപകടത്തിന് വഴിതെളിച്ചു എന്നും വരാം എന്നുകൂടി ഓർത്തിരിക്കണം. അതുകൊണ്ടാണ് മനസ്സിന്റെ പൂർണ്ണമായ ഉപശമത്തെ ആശ്രയിച്ച് കഴിയുന്ന ഗുരുവിനെ ശരണം പ്രാപിക്കണം എന്ന് ഇവിടെ പ്രബുദ്ധൻ എടുത്തു പറഞ്ഞത്. അപ്പൊ ഗുരുക്കന്മാരെ തേടുക. തേടുന്നതിനിടയിൽ നമ്മൾ ഈ തേടുന്നത് ശരിക്കും മനസ്സിലാക്കാതെ തേടിയാൽ ചില അബദ്ധത്തിലൊക്കെ ചെന്ന് വിടും. സ്വാർത്ഥമോഹികളായിട്ടുള്ള ഗുരുക്കന്മാരുടെ കയ്യിൽ ചെന്ന് പെടും ചിലപ്പം. അങ്ങനെ ഇടയായാൽ അത് കൂടുതൽ അപകടത്തിന് വഴിവെക്കുകയും ചെയ്യും. ചില ബന്ധനങ്ങളിലൊക്കെ പോയി പെടുകയും ചെയ്യും. പിന്നെ തിരിച്ചു വരാൻ ചിലപ്പം ഒരു ജന്മം തന്നെ പോരാതെ വരികയും ചെയ്യും. അങ്ങനെയുള്ള ഗുരുവിനെ ഈ ലോകത്തിൽ നിന്ന് പ്രതീക്ഷയും ഉണ്ടായിരിക്കുകയുമില്ല. കാരുണ്യനിധിയായിരിക്കുന്ന അദ്ദേഹം തൻ്റെ
അടുക്കൽ എത്തുന്ന പാകം വന്ന ശിഷ്യന് യാതൊരു പ്രതീക്ഷയും കൂടാതെ തന്നെ ശ്രേയോമാർഗം കാട്ടിക്കൊടുക്കുന്നതാണ്. ബ്രഹ്മാനുഭവം കൊണ്ടുണ്ടാകുന്ന പൂർണ്ണമായ ദുഃഖമോചനത്തിന്റെ മാർഗമാണ് ഉത്തമമായ ശ്രേയോമാർഗം. ലൗകിക സുഖത്തിന് ഉള്ള മാർഗം പ്രയോമാർഗമാണെന്ന് പറയപ്പെടുന്നു. ബുദ്ധിമാൻ പ്രയോമാർഗത്തെ പുറന്തള്ളിയിട്ട് ശ്രേയോമാർഗം ജീവിത ലക്ഷ്യമായി അംഗീകരിക്കണം. ആത്മാർത്ഥതയുള്ള ശ്രേയോമാർഗിക പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗുരുകാരുണ്യ ലബ്ധിക്ക് ഒരിക്കലും അമാന്തം വരുന്നതല്ല. ഇനി നമ്മൾ ശ്രേയോമാർഗത്തിന് വേണ്ടിയിട്ട് ആഗ്രഹിച്ചാൽ, ജീവിത ലക്ഷ്യം തീരുമാനിച്ചാൽ, ഒരു ചുവട് ഗുരുവായൂരപ്പൻ്റെ അടുത്തേക്ക് വെക്കണം എന്ന് നിങ്ങൾ തീരുമാനിച്ചാൽ പിന്നെ നയിക്കുന്നത് യോഗവിധാം നേതാവായിരിക്കുന്ന ഗുരുവായൂരപ്പൻ തന്നെയായിരിക്കും. ഏത് യോഗത്തിലേക്കാണോ ലക്ഷ്യം വെച്ചിരിക്കുന്നത് ആ യോഗത്തിലേക്ക് നയിക്കുന്നവൻ ഗുരുവായൂരപ്പനായിരിക്കും. അതുകൊണ്ടാണ് സഹസ്രനാമത്തിൽ ഭഗവാന് യോഗവിധാം നേത എന്ന് പേര് വരാൻ തന്നെ കാരണം. യോഗം ഇച്ഛിക്കുന്നവരെ ആ യോഗത്തിലേക്ക് മുന്നിൽ നിന്ന് തന്നെ നയിക്കുന്നവനായിരിക്കും. പിന്നിൽ നിന്നല്ല, മുന്നിൽ നിന്ന് കൈപിടിച്ച് ഉയർത്തുന്നവനായിരിക്കും എന്നർത്ഥം. അതുകൊണ്ട് നമ്മൾ ഈ ഒരു മാർഗത്തിൽ പരലോക നിയമാനുസരിച്ച് തന്നെ 5ാമത്തെ മണ്ഡലത്തിൽ എത്തിക്കഴിഞ്ഞാൽ പിന്നെ 5, 6, 7 മണ്ഡലത്തിൽ എത്തുന്നത് വരെ നമ്മളെ സപ്പോർട്ടേഴ്സ് ഇഷ്ടം പോലെ ഉണ്ടാവും. യാതൊരു സംശയവും വേണ്ട. ഈശ്വരൻ തന്നെ വിവിധ രൂപത്തിൽ ഇല്ലേ മഹാഗുരുക്കന്മാരുടെ നമ്മളെ വഴികാട്ടിയായിട്ട് എപ്പോഴും ഭൂമിയിൽ ജനിച്ചു വന്നാലും വീണ്ടും പരലോകത്തിൽ ചെന്നാലും അവിടുന്ന് തിരിച്ചു വരേണ്ടി വന്നാലും ഒക്കെ മാർഗദർശനത്തിന് നമുക്ക് ഗുരുക്കന്മാരുടെ മാർഗദർശനം ഉണ്ടാകും. അതാണ് ഈശ്വരന്റെ വ്യവസ്ഥിതി. അങ്ങനെയാ. അവിടെ പ്രത്യേകിച്ച് സ്വാർത്ഥതയോ എന്നോടോ നിങ്ങളോടോ ഒന്നും പക്ഷപാതം കൊണ്ടൊന്നുമല്ല. ആരാണോ ഇച്ഛിക്കുന്നത് അവരെ സഹായിക്കുക എന്നുള്ള ഒരു വ്യവസ്ഥിതി ഭഗവാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ആര് വന്നാലും കസ്റ്റമർ ഈസ് ഓൾവൈസ് റൈറ്റ് എന്ന് ഞാനും പോസ്റ്റ് ഓഫീസിലൊക്കെ വർക്ക് ചെയ്യുമ്പോൾ അങ്ങനെ ഒരു നിയമം നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. കസ്റ്റമർ ഈസ് ഓൾവേസ് റൈറ്റ്. കസ്റ്റമർ എപ്പോഴും ശരിയാണ്. അപ്പം ഈ ഈശ്വരന്റെ കസ്റ്റമറാണ് നമ്മൾ. അപ്പൊ ഭഗവാന്റെ അടുത്തേക്ക് പോകാൻ ഇച്ഛിക്കുന്ന ഒരാളാണല്ലോ ഭഗവാന്റെ വഴി തേടുക. പിന്നെ അവരെപ്പോഴും ശരിയായ മാർഗത്തിൽ, സത്മാർഗത്തിലായിരിക്കും. എവിടെയെങ്കിലും മാർഗം തെറ്റിയാലും അവർക്ക് യഥാർത്ഥ മാർഗം കാണിച്ചു കൊടുക്കാനും ഭഗവാൻ തന്നെ ഒരു വ്യവസ്ഥിതി ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് നിങ്ങൾക്ക് വേണ്ട ഗുരു നിങ്ങളുടെ മുമ്പിൽ തന്നെ വന്നോളും. നിങ്ങൾ നിഷ്കളങ്കമായിട്ട് പരമമായ ലക്ഷ്യത്തിലാണ് ചലിക്കുന്നതെങ്കിൽ ലൗകിക ഭോഗ സുഖങ്ങൾ അനുഭവിക്കുമ്പോൾ പോലും എത്കരോഷി യശിരാശി യജ്ജുഘോഷി ദദാസി തപസ്യസി കൗന്ദേയ തത്കുരുഷമതർപ്പണം എന്ന ഭാവത്തിലാണ് നിങ്ങൾ ജീവിക്കുന്നതെങ്കിൽ നിങ്ങളെ സഹായിക്കാനുള്ള വ്യവസ്ഥിതി ഭഗവാൻ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് പ്രത്യക്ഷമോ പരോക്ഷവുമായിട്ട് നിങ്ങളുടെ മുമ്പിൽ നിങ്ങളെ നയിക്കാൻ ഭഗവാൻ ഒന്നുകിൽ നേരിൽ വരും, ഇല്ലെങ്കിൽ ഭഗവാനാൽ നിയോഗിക്കപ്പെട്ട ഗുരുക്കന്മാർ വരും. അതുകൊണ്ട് ആത്മാർത്ഥതയോടുകൂടി ശ്രേയോമാർഗം അവലംബിക്കുക. പ്രത്യക്ഷമായോ പരോക്ഷമായോ ഗുരുകാരുണ്യത്തിലേക്ക് ഒരിക്കലും അമാന്തം വരുന്നതല്ല. സ്വല്പം അഭ്യസിധർമ്മസ്യ ത്രായതേ മഹതോഭയ. ഈ ഒരു ലക്ഷ്യത്തിൽ അല്പമെങ്കിലും നിങ്ങൾ പ്രവർത്തിക്കൂ, നിങ്ങൾക്ക് മഹത്തായ ഫലത്തെ ഗുരുകാരുണ്യം കൊണ്ട് തന്നെ ലഭിക്കുന്നതായി. ഏറ്റവും വലിയ ഗുരുവാരാ? ഗുരുവായൂരപ്പൻ തന്നെ. പ്രബുദ്ധൻ തുടർന്നും പറഞ്ഞു, ഈശ്വര തുല്യനായ ഗുരുവിൽ നിന്നും ഒരു ഭക്തൻ നിരന്തരം അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ധരിക്കണം. എന്നിട്ട് കാപട്യമില്ലാതെ അവ പിന്തുടരുകയും വേണം. നമുക്ക് പലരും ഉപദേശമൊക്കെ നൽകിയാലും നമുക്ക് ഗുരുകൃപ കൊണ്ട് മാർഗദർശനമൊക്കെ കിട്ടിയാൽ എന്താ കുഴപ്പമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശ്രദ്ധയോടെ അനുസരിക്കലുണ്ടാവില്ല. പിന്നെ അനുകരണത്തിലേക്ക് പോകും. അനുകരിച്ചാൽ ഒരിക്കലും സാക്ഷാത്കാരം എളുപ്പം സാധ്യമല്ല. അനുകരിച്ചാലും അല്പം എന്തെങ്കിലുമൊക്കെ ഫലം കിട്ടിയെന്നിരിക്കും, പക്ഷെ അതൊക്കെ പ്രയാസമായിരിക്കും. താൽക്കാലികമായ ശാന്തം സമാധാനമൊക്കെ കിട്ടിയെന്നിരിക്കും. അത് അക്ഷരം പ്രതി ശ്രദ്ധയോടെ അനുസരിക്കണം. അവിടെ പിന്നെ യാതൊരു സംശയം ഉണ്ടാകാൻ പാടില്ല. അതാണ് ഇവിടെ ഭഗവാൻ പറഞ്ഞത്. അത് ഭഗവാൻ പറഞ്ഞു തന്നിട്ടുള്ളതാണെങ്കിലും അവിടെ നമ്മൾ ശരിക്കും അനുസരിക്കില്ല. അതാണ് ഏറ്റവും വലിയ കുഴപ്പം. ഈ അനുകരണത്തിന് പോകുമ്പോഴാണ് പ്രശ്നം. അതുകൊണ്ട് അനുഷ്ഠിക്കേണ്ട ധർമ്മങ്ങൾ ശ്രദ്ധയോടെ കേട്ട് ധരിക്കണം. തെറ്റായിട്ട് ധരിക്കരുത്, ശരിയായിട്ട് ധരിക്കുകയും വേണം. തെറ്റിദ്ധാരണ ഉണ്ടായാലും ശരിക്കും അനുസരിക്കാൻ പറ്റാതെ വരും. എന്നിട്ട് കാപട്യമില്ലാതെ അവ പിന്തുടരണം, പ്രാക്ടിക്കലി ചെയ്യണം എന്നർത്ഥം.
അതുകൊണ്ട് തന്നെ ബോധ രൂപനായി ഉള്ളിലിരിക്കുന്ന ഹരി നിശ്ചയമായും പ്രസന്നനാണ്. എല്ലാ ലോക വിഷയങ്ങളിലും എൻ്റേതെന്ന സംഘഭാവം വെടിയണം. ആരംഭത്തിൽ സത്യജിജ്ഞാസുക്കളായിരിക്കുന്ന സജ്ജങ്ങളുമായിട്ട് ചേർന്ന് കഴിയാൻ ശ്രമിക്കണം. സഹജീവികളിൽ യഥോചിതം ദയ, മിത്രഭാവം, വിനയം എന്നിവ പരിശീലിക്കണം. ശുചിത്വം, ഏകാഗ്രതാരൂപമായിരിക്കുന്ന തപസ്, ദുഃഖ സഹനം, മൗനം, ശാസ്ത്രപഠനം, നേർബുദ്ധി, ബ്രഹ്മചര്യം, അഹിംസ, സുഖദുഃഖാദി വിഷയ ഭാവങ്ങളിൽ ദ്വന്ദ്ഭാവങ്ങളിൽ മനസ്സിന്റെ സമത്വം, ആത്മാവായി വിളങ്ങുന്ന ഈശ്വരനെ സർവത്ര നോക്കി കാണാൻ ശ്രമിക്കണം. കഴിയുന്നതും ഏകാന്തതയിൽ വർത്തിക്കാൻ ശ്രമിക്കണം. ഒരു പ്രത്യേക സ്ഥലത്ത് സ്ഥിരമായ താമസം ഒഴിവാക്കുക. ലളിതമായ വസ്ത്രധാരണം എതിർച്ചയാ കിട്ടുന്നത് കൊണ്ട് സന്തോഷപ്പെടുക. ഇതൊക്കെയാണ് ഉത്തമ ഭക്തന്റെ ധർമ്മങ്ങൾ. ഭഗവാനിൽ ഉറച്ച വിശ്വാസവും വേദാന്ത ശാസ്ത്രത്തോടും ബഹുമാനവും പുലർത്തണം. മനസ്സിന്റെ അടക്കവും ഇന്ദ്രിയങ്ങളുടെ അടക്കവും ശീലിക്കണം. അത്ഭുത കർമാവായ ഹരിയുടെ കഥകൾ നിരന്തരം കേൾക്കുക. നാമങ്ങൾ കീർത്തിക്കുക. രൂപം ധ്യാനിക്കുക. അത് ഉറപ്പിക്കുക. എല്ലാ കർമ്മങ്ങളും ഈശ്വര പൂജയായിട്ട് അനുഷ്ഠിക്കുക. എന്നിവയൊക്കെ ഭക്തധർമ്മങ്ങളാണ്. പിന്നെ യജ്ഞം, ദാനം, തപസ്, ജപം, സദാചാരം എന്നിവയൊക്കെ ആത്മപ്രീതി കൈവരുത്താൻ ഉതകുന്നതാണ്. അത് നിരന്തരം ചെയ്യണം. പിന്നെ ഭാര്യ, ഭർത്താവ്, മക്കൾ, വീട് എന്ന് വേണ്ട പ്രാണൻ ഉൾപ്പെടെ എല്ലാം ഭഗവാൻ ആയിക്കൊണ്ട് തർപ്പണം ചെയ്യണം, തീർക്കണം. കൃഷ്ണൻ അർപ്പണമാക്കി തീർക്കണം. കൃഷ്ണനിൽ സർവാർപ്പണ വസ്തു, കൃഷ്ണാർപ്പണ വസ്തു എന്ന് പറഞ്ഞാൽ പോരാ, അത് അനുഷ്ഠിക്കണം. ചെയ്ത് ഭക്തന്മാരോട് സൗഹൃദം പുലർത്തിക്കൊണ്ടേയിരിക്കണം. സജ്ജനങ്ങളുമായിട്ട് മാത്രം സമ്പർക്കത്തിൽ ഏർപ്പെടുക. മഹാപുരുഷന്മാരായിരിക്കുന്ന സജ്ജനങ്ങളെയും ഭഗവാനെയും സദാ പരിചരിക്കണം. മഹാപുരുഷന്മാരായിരിക്കുന്ന സജ്ജനങ്ങളെയും ഭഗവാനെയും സദാ പരിചയിക്കണം എന്ന് പറഞ്ഞാൽ ഗുരു ശുശ്രൂഷ, സേവനം, ഭക്തജന സേവനം, മാധവ സേവയാണ് മാനവ സേവ എന്ന് ഭഗവാൻ തന്നെ പറഞ്ഞിട്ടുണ്ട്. ഭക്തന്മാരുമായിട്ട് ചേർന്ന് ഭഗവാന്റെ യശസ് ചർച്ച ചെയ്യുകയും ബോധവൽക്കരിക്കുകയും വേണം. ഭക്തന്മാർ അന്യോന്യം ദുഃഖ നിവൃത്തിക്ക് സാധ്യമാക്കണം. സകല പാപങ്ങളെയും ഇല്ലാതാക്കുന്ന ഹരിയെ സ്വയം ഓർമ്മിക്കുകയും മറ്റുള്ളവരെ ഓർമ്മിപ്പിക്കുകയും ചെയ്യണം. ഭക്തി കൊണ്ട് ഭക്തിയെ വളർത്തി രോമാഞ്ചമണിയണം. അച്യുതനെ ചിന്തിച്ച് ഉത്തമ ഭക്തർ ചിലപ്പോൾ കരയുന്നു, ചിലപ്പോൾ പൊട്ടിച്ചിരിക്കുന്നു, ചിലപ്പോൾ നൃത്തമാടുന്നു. ഇങ്ങനെ ചിലപ്പോൾ ഉച്ചത്തിൽ പാടുകയും ചെയ്യും. ചിലപ്പോൾ ഭഗവാനെ അനുകരിച്ച് അഭിനയിക്കും. ചിലപ്പോൾ നിർവൃതിയിലാണ്ട് മൗനം ഭജിച്ച് കഴിഞ്ഞുകൂടുന്നു. രാജാവേ, ഈ നിലയിലൊക്കെ ഒരുവൻ ഭാഗവത ധർമ്മത്തെ അനുഷ്ഠിച്ച് ഭക്തി വളർത്തി നാരായണപരനായിട്ട് കഴിഞ്ഞുകൂടുമെങ്കിൽ അവന് മായ അതിവേഗം തരണം ചെയ്യാൻ കഴിയും, കരുത്തുണ്ടാകും. അത് ഭഗവാന്റെ കൃപ ലഭിക്കും എന്നതിൽ സംശയമൊന്നും വേണ്ട എന്ന് പ്രബുദ്ധൻ പറഞ്ഞ് അവസാനിപ്പിച്ചു. ഭക്തിയുടെ ശ്രേഷ്ഠത എന്താണെന്നും നിമി ചക്രവർത്തി വീണ്ടും ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. അതിനുത്തരം നാരായണൻ എന്ന് പറയുന്ന ജഗത്തിന്റെ പരമകാരണമായിരിക്കുന്ന ബ്രഹ്മത്തെയാണല്ലോ നാരായണൻ എന്ന് വിശേഷിപ്പിക്കുന്നത്. അപ്പൊ ബ്രഹ്മജ്ഞാനികളായിരിക്കുന്ന ഭഗവാന്മാരെ എന്താണ് ബ്രഹ്മത്തിന്റെ യഥാർത്ഥ സ്വരൂപം എന്ന് പറഞ്ഞു തന്നാലും എന്ന് പറയും. അതിന്റെ ഉത്തരം നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. അതിന്റെ രാജാവിന്റെ ഈ ചോദ്യത്തിന് ഉത്തരം നവയുഗങ്ങളിൽ അഞ്ചാമനായിരിക്കുന്ന പിപ്പിലായനാണ് മറുപടി നൽകുന്നത്. അത് നമുക്ക് അടുത്ത ദിവസം ചിന്തിക്കാം. എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം. ഓം സ്വസ്തി പ്രജാഭ്യാം പരിപാലയന്ത ന്യായനമാർഗേണ മഹിമഹീശാഗോ ബ്രാഹ്മണേഭ്യ ശുഭോസ്തൃത്യം ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ലോകാ സമസ്താ സുഖിനോ ഭവന്തു. ഓം ശാന്തി ശാന്തി ശാന്തി.